പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം അടുത്ത പ്രധാനമന്ത്രി ആരാണെന്നുള്ള ചോദ്യം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിക്ക് ശേഷം അടുത്ത നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമം BJP കേന്ദ്രങ്ങളിലും RSS കേന്ദ്രങ്ങളിലും ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പ്രകടമായിട്ടല്ലെങ്കിലും നേരിട്ടും അല്ലാതെയും ഒക്കെ പുതിയ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമം ഊർജിതമായി തുടങ്ങിയിട്ടുണ്ട്. മോദിക്ക് ശേഷം ഇന്ത്യയിൽ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് മാറാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിലെ പ്രമുഖർ ആരാണെന്ന് ചോദിച്ചാൽ വളരെ വേഗത്തിൽ ചില ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. യോഗി ആദിത്യനാഥിന് ഇപ്പോഴും ഇന്ത്യയിൽ വലിയ സ്വാധീനമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേയിലും ഏതാണ്ട് 20% ആളുകൾ യോഗിയെ പ്രധാനമന്ത്രിയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു നാഷണൽ ലെവലിൽ ജനപിന്തുണ നേടാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു നേതാവ് തന്നെയായിരിക്കും BJPയുടെ അടുത്തു നിന്നുള്ള യോഗി എന്നുള്ളത്. നരേന്ദ്രമോദിയുടെ 3 ടൈമിൽ ആയിട്ട് BJPയുടെയും RSSന്റെയും കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബേസ്മെന്റ് ഇടാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ ശ്രമിക്കുന്ന ആളാണ് ഈ യോഗി ആദിത്യനാഥ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മോദിയുടെ പകരക്കാരനായിട്ട് വരുന്നതിൽ പ്രധാനമായി സാധ്യത കൽപ്പിക്കുന്ന ഒരാളാണ് യോഗി ആദിത്യനാഥ്. അടുത്ത വ്യക്തി ആരാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മോദി തുടങ്ങിവെച്ച പ്രോജക്റ്റുകളുടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തിൽ തന്നെ നടപ്പിലാക്കാൻ കൂടുതൽ സ്വാധീനം കൽപ്പിക്കുന്ന ആളുകൾ തന്നെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ BJP പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജനപിന്തുണ നേടാൻ കഴിയുന്ന നേതാക്കളെ കൊണ്ടുവരാനാണ്. നിലവിൽ നരേന്ദ്രമോദി അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ ചില മന്ത്രിമാരുടെ പ്രകടനങ്ങളും ചില നേതാക്കളുടെ പ്രകടനങ്ങളും എടുത്ത് പറയേണ്ടതാണ് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. നിതിൻ ഗഡ്കരി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്. മാത്രമല്ല ഇന്ത്യയുടെ റോഡ് വികസനത്തെ ഒരു വിദേശ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കും കാഴ്ചപ്പാടും ഉണ്ട് എന്ന് തന്നെയാണ് നിരീക്ഷകർ കരുതുന്നത്. ഇദ്ദേഹത്തിന്റെ പങ്ക് വലിയ തോതിൽ വിലമതിക്കാവുന്നതാണ് എന്ന് തന്നെ ഇവർ പറയുന്നു. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് പോലും അത്യാവശ്യം നല്ല സപ്പോർട്ടും ഒക്കെ നിതിൻ ഗഡ്കരിക്കുണ്ട്. പക്ഷേ നിതിൻ ഗഡ്കരിക്ക് മോദിയെ പോലെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ള ഡ്രോബാക്കും ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഗഡ്കരിക്ക് മോദിയെ പോലെ വളരാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മോദിയെ പോലുള്ള പ്രസംഗ ശൈലി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതിലൊക്കെ വലിയ തോതിലുള്ള വീഴ്ചകളുണ്ട്. മോദിയെപ്പോലെ തന്നെ ഒരു സീനിയർ ലീഡർ ആയിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ മോദിക്ക് മുമ്പ് പ്രധാനമന്ത്രിയാകുന്നു വരെ പ്രതീക്ഷിച്ച ആളുമാണ്. എന്നാൽ അദ്ദേഹത്തിന് പോലും വെട്ടിക്കൊണ്ടാണ് നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയുടെ കസേര ഉറപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിതിൻ ഗഡ്കരിക്ക് RSSുമായി അടുത്ത ബന്ധം നിലനിർത്തുന്നുണ്ട്. എങ്കിലും വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയാൽ ആദിത്യനാഥിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ നിതിൻ ഗഡ്കരിയുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹത്തിനൊരു പ്രധാനമന്ത്രി ലെവലിലേക്ക് ഉയരാനായിട്ട് കഴിയാത്തത് മോദിക്കുള്ളതുപോലെ ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയാത്തതും ജനങ്ങളെ ഈ വേദികളിൽ പിടിച്ചിരുത്താനും അല്ലെങ്കിൽ തൻ്റെ സ്വതസിദ്ധമായ പ്രസംഗങ്ങൾ കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാനും ഒന്നും കഴിയാത്തത് ഒരു ജനകീയ പിന്തുണയ്ക്ക് തടസ്സമായി വരുന്നതായി പറയുന്നു. ദേശീയ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പുകളിലും മറ്റുമൊക്കെ പെർഫോം ചെയ്യുന്നതിൽ ഒരുപക്ഷെ നിതിൻ ഗഡ്കരിക്ക് പ്രകടനം മോദിക്കൊപ്പം എത്താൻ തീരെ സാധ്യതയില്ല എന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാധ്യതകൾ വളരെ കുറവാണ് എന്നും നിരീക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ എഴുതി തള്ളാൻ സാധിക്കില്ല. ഇനി മോദി അഡ്മിനിസ്ട്രേഷനിലെ ജയശങ്കർ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജനീവയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ പോലും അദ്ദേഹം ഒരു സ്റ്റാർ വേൾഡിൽ ഒരു സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. പക്ഷെ ലോകത്ത് സ്റ്റാർ ആണെങ്കിലും ഇന്ത്യക്കകത്ത് സാധാരണക്കാർക്കിടയിൽ സ്റ്റാർ ആകാൻ ജയശങ്കറിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്റർനാഷണൽ പൊളിറ്റിക്സും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡിപ്ലോമസിയെക്കുറിച്ചോ ഒക്കെ വളരെ ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ജയശങ്കർ ഒരു മോഡൽ തന്നെയാണ്. അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഈ സ്റ്റാറിനെ ഇന്ത്യയിൽ തന്നെ പ്രതിഷ്ഠിച്ച് മറ്റു സ്റ്റാറാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കുന്ന ജനസമൂഹം വളരെ കുറവാണ്. ഗിമ്മിക്കുകളൊന്നും തന്നെ ഈ ജയശങ്കറിന്റെ കയ്യിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡിപ്ലോമാറ്റ് ആയിട്ടാണ്, ഒരു നയതന്ത്ര വിദഗ്ധനായിട്ടാണ് അദ്ദേഹം വിദേശകാര്യ മേഖലയിൽ തിളങ്ങുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരുടെ ഫീൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലെ BJPയുടെ ആ മൈൻഡ് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്കയുള്ളതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്.
അതുപോലെ തന്നെ വലിയ പ്രധാനമന്ത്രിയാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും കൂടി അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും അറിവും വിഷ്ണുവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഇന്ത്യയെപ്പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള കഴിവ്, അതല്ലെങ്കിൽ RSSന്റെ സംഘപരിവാറിൻ്റെ അതേ ലൈനിൽ നിന്നുകൊണ്ട് തന്നെ അത്തരത്തിൽ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിന് വരാൻ സാധിക്കുകയുള്ളൂ. അത് ജയശങ്കറിന് വളരെ കുറവാണ്. പക്ഷേ അദ്ദേഹം അത് അധികാരത്തിൽ വന്നാലും മന്ത്രിസഭയിൽ തുടരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന പേരുകളിലൊന്ന് പീയൂഷ് ഗോയലാണ്. അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്, ഒരു കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റ് ആയിട്ടൊന്നും ഉയർന്നു വരാനുള്ള സാധ്യത കാണുന്നില്ല. ഒരുപക്ഷെ മന്ത്രിസഭയിൽ അടുത്ത ആര് വന്നാലും തുടരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഈ പീയൂഷ് ഗോയൽ. അശ്വിനി വൈഷ്ണവ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ലീഡറാണ്. അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയാണ്. പക്ഷേ ഇവർക്കൊക്കെ ഒരു PM കാൻഡിഡേറ്റ് ആയിട്ട് ഉയർന്നു വരാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് എന്ന് വേണം കരുതാനായിട്ട്. അതുകൊണ്ട് തന്നെ പുതുമുഖത്തെ അവതരിപ്പിക്കാനും ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കാനും തന്നെയായിരിക്കും BJP RSS നേതൃത്വം എപ്പോഴും ശ്രമിക്കുക. മോദിക്ക് പകരമായിട്ട് അടുത്തെന്ന ആൾ ഒരിക്കലും മോഡിയേക്കാൾ മോശമാകരുത് എന്ന ഉറപ്പുണ്ടാകണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലീഡറിനെ കൊണ്ടുവരാൻ തന്നെയായിരിക്കും ശ്രമം നടത്തുക. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ മറ്റുള്ളവരുടെ സാധ്യതകൾ വളരെ കുറവാണ്. ഇനി അമിത്ഷായുടെ കാര്യം പറയുകയാണെങ്കിൽ പോലും അമിത്ഷാ വളരെ സ്ട്രോങ് ലീഡർ ആണ്. പക്ഷെ അദ്ദേഹത്തിന് മോഡിയെപ്പോലെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ഇന്ത്യയിൽ മൊത്തത്തിൽ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകൻ വളരെ പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിക്കുന്നത് കൊണ്ടും ഒക്കെ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു തടസ്സമായിട്ട് മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമിത്ഷാ അത്ര പോപ്പുലറായിട്ട് ഇന്ന് ആരെയും കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ അത്രയും നല്ല പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കയറി വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ BJPക്കിടയിലും ദേശീയ തലത്തിലും അണികൾക്കിടയിലും അമിത്ഷായേക്കാൾ പ്രയോറിറ്റി യോഗി ആദിത്യനാഥിന് ഇന്ന് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ യോഗി ആദിത്യനാഥിനോട് മോദിക്ക് അത്ര പ്രിയം പോരാ എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തോതിലുള്ള പിന്നോട്ടടി എല്ലാം വലിയ തോതിൽ അദ്ദേഹത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോദിയുടെ അമിത്ഷായുടെയൊക്കെ ആ പ്രീതിക്ക് അല്ലെങ്കിൽ ആ താല്പര്യത്തിന് കുറവ് വരുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു പരമ്പരാഗതമായ ഒരു BJPക്കാരനല്ല. മുമ്പ് കോൺഗ്രസ് ആയിട്ട് തന്നെ BJPയിൽ വന്ന ആളാണ്. എന്നാൽ ഇന്ന് BJPയിലുള്ള ആരെക്കാളും സ്ട്രോങ് ആയിട്ട് RSS ആശയങ്ങൾ നടപ്പാക്കുന്നത് ഇദ്ദേഹമാണ് എന്നുള്ള ഒരു മെജോറിറ്റി അവിടെ കിട്ടുന്നുണ്ട്. ആസാമിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ശരിക്കും BJPയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു നേതാവാണ്. നരേന്ദ്രമോദിയെയും അമിത്ഷായേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് RSS ആശയങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന നിലപാടുകൾ എടുക്കുന്ന, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആസാമിലെ നോർത്ത് ഈസ്റ്റിലൊക്കെ കൈയടി വാങ്ങുന്ന ഒരാൾ ഈ ഹിമന്ത ബിശ്വ ശർമ്മ എന്നുള്ളത് വലിയ സാധ്യത ഇദ്ദേഹത്തിന് കാണുന്നുണ്ട്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് തന്നെയാണ്. കാരണം BJPയുടെ RSSന്റെയും മേൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഹിന്ദുത്വം ആണ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും ഹിമന്ത ബിശ്വ ശർമ്മയെ നിഷേധിക്കാൻ കഴിയില്ല. മുൻപ് അവരുടെ കൂടെ ഭാഗമായിരുന്ന ആളാണ്. രണ്ടാമത് അദ്ദേഹത്തിന് കോൺഗ്രസ് ലീഡേഴ്സായിട്ടൊക്കെ നല്ല ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് അതുപോലെ നോർത്ത് ഈസ്റ്റിലെ BJPയുടെ തേരോട്ടത്തിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചത് ശരിക്കും നോർത്ത് ഈസ്റ്റിൽ നിന്ന് BJPയുടെ നിയന്ത്രണത്തിൽ എത്തുന്നതിൽ ഹിമന്ത ബിശ്വ ശർമ്മ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരു വശത്ത് ചൈനയുടെ ഭീഷണി, മറുവശത്ത് അമേരിക്കയുടെ ഒരു പ്രത്യേക രാജ്യമുണ്ടാക്കാനുള്ള നീക്കം, കുക്കി രാജ്യത്തിനായുള്ള നീക്കം, ആഭ്യന്തരപരമായ സംഘർഷങ്ങൾ, വിഘടനവാദങ്ങൾ ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയ കോറിഡോറാണ് ഈ സിലിഗുരി കോറിഡോർ. അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളപ്പോൾ നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി നിർത്തുവാൻ ജനങ്ങളുടെ കൂടുതലായ ഒരു മെയിൻ ലാൻഡായിട്ട് ഇഴുകിച്ചേർന്ന് നിൽക്കാനായിട്ടുള്ള വലിയ തോതിലുള്ളൊരു ശ്രമം ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള ഒരാൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത് ഈ സാധ്യത കൂടി പരിഗണിക്കുമ്പോൾ വളരെ വലിയ സാധ്യതയുണ്ട്. ഫ്യൂച്ചറിൽ കാണുന്ന ഒരു ലീഡറാണ് ഹിമന്ത ബിശ്വ ശർമ്മ. മാത്രമല്ല പവർഫുള്ളാണ്, വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ആളാണ്. BA MBH BA MA PhD അതായത് ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളാണ്. ഡോക്ടർ ഓഫ് ഫിലോസഫി അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഓഫ് ആർട്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസിലാണ് ഇത് എടുത്തത്. വിദ്യാഭ്യാസ യോഗ്യതയും വളരെ കൂടുതലാണ്. വിഷ്ണു ഉണ്ട്, വലിയ ഡെവലപ്മെൻറ്റ് ആസാമിലൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആസാമിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ആളല്ല ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പൗരത്വ നിയമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിനോട് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ താല്പര്യങ്ങളില്ല. അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. BJP അതുപോലെ തന്നെ RSS എടുത്തുയർത്തി കാണിക്കാൻ സാധ്യതയുള്ള ആളാണ് ഈ ബിശ്വ ശർമ്മ. ഹിന്ദു വോട്ടുകൾ അവരുടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ സാധിക്കുന്ന ലീഡേഴ്സിൽ ഒരാളാണ്. BJPക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം അവർക്ക് അത്യാവശ്യമാണ്.
അതുകൊണ്ട് തന്നെ ഈ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരാളെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ യോഗി ആദിത്യനാഥ്, ഹിമന്ത വിശ്വ ശർമ്മ ഇവർ ഉറപ്പായിട്ടും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന പേരുകളിൽ ഓരോന്നാണ്. ഇനി ഇത് കൂടാതെയുള്ള ചില നേതാക്കൾ കൂടി നമ്മൾ പരിശോധിച്ചാൽ ശിവരാജ് സിംഗ് ചൗഹാൻ, അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഏറെക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. മികച്ച ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ മോദിക്ക് ശേഷം ചൗഹാൻ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പവർഫുൾ ലീഡർ ഇല്ലാതെ BJPക്ക് അവരുടെ വോട്ടുകൾ ഐക്യപ്പെടുത്താൻ ആയിട്ട് കഴിയില്ല. ചൗഹാനെ എങ്ങനെ കഴിയുമോ എന്ന സംശയമാണ്. കാരണം അദ്ദേഹം പൊതുവെ വളരെ സാധുവായിട്ട് കാണപ്പെടുന്ന ഒരാളാണ്. മോദിയെപ്പോലെ അങ്ങനെ ഒരു പവർഫുൾ സ്പീച്ചൊന്നും പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളല്ല. അതുപോലെ ആദിത്യനാഥുമായിട്ടും ഹിമന്ത വിശ്വ ശർമ്മയായിട്ടും താരതമ്യപ്പെടുത്തിയാലും ചൗഹാന്റെ സ്പീച്ചൊക്കെ വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പക്ഷേ വോട്ട് നേടാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു സാധ്യതയുള്ള നേതാവെന്ന് പറയുന്നത് നിലവിലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ്. ഉടനെയൊന്നും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വരില്ല. ഭാവിയിൽ വന്നേക്കാം. 59 വയസ്സ് പ്രായമുള്ള ആളാണ്. പക്ഷേ മോഹൻ യാദവ് വളരെ സ്ട്രോങ് ആയിട്ടൊരു ലീഡറാണെന്നാണ് കരുതപ്പെടുന്നത്. മധ്യപ്രദേശിനെ വികസനത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഊർജിതമായിട്ട് നടക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം 2029 വരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് രാജ്യത്തെ നയിക്കാൻ മോദിക്ക് കഴിയും. അദ്ദേഹത്തിന് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ കഴിയും. അതുപോലെ തന്നെ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തുമ്പോൾ വീണ്ടും ഈ പറയുന്ന പോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരു റെക്കോർഡ്, അദ്ദേഹത്തിന്റെ റെക്കോർഡ് വരെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയായിട്ട് വരാനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ ഊർജിതമായ മത്സര സ്വഭാവമാണ് ഈ സ്ഥാനത്തേക്കെല്ലാം നമ്മൾ കാണുന്നത്. BJPയിൽ നിന്നൊരു പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ആര് വരുന്നതായിരിക്കും ഈ പറഞ്ഞ പേരുകൾ ബെറ്റർ ആയിട്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ ഹിമന്ത വിശ്വ ശർമ്മ, അതുപോലെ അമിത്ഷാ, S ജയശങ്കർ, ദേവേന്ദ്ര ഫഡ്നാവിസ്, ഈ പറയുന്ന പല പേരുകളുണ്ട്. ഇപ്പോൾ ഈ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പേര് ഒഴിവാക്കാൻ കാരണം നല്ലൊരു ലീഡറാണ്, പക്ഷെ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് വലിയ തോതിൽ കാണുന്നില്ല. അതുപോലെ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിന് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പല പേരുകളും വരുന്നുണ്ട്. പക്ഷെ ഏതായിരിക്കും കൂടുതൽ പ്രധാനമന്ത്രിയാകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ആളുകൾ എന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കാം. കമൻറ്റ് ബോക്സിൽ പ്രതികരിക്കുമ്പോൾ ആളുകളുടെ പേരും അവർ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ആകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരങ്ങളും കൂടി ചേർത്താൽ കൂടുതൽ പ്രേക്ഷകർക്ക്, അത് കാണുന്നവർക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.